ഹായ് ഗൈസ്. സംവിധായകൻ പാണ്ഡ്യരാജ് വിജയ് സേതുപതിയെയും നിത്യമേനോനും എന്ന കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത പടമാണ് തലൈവൻ തലൈവി. സംവിധായകൻ പാണ്ഡ്യരാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പസംഗ എന്ന് പറഞ്ഞ പടം തരക്കേടിലായിരുന്നു. അതിനുശേഷം വന്ന എതിർക്കും തുരുന്നവൻ എന്ന് പറഞ്ഞ സൂര്യ നായകനാക്കിയെടുത്ത സിനിമ വളരെ ഫ്ലോപ്പായിരുന്നു. എനിക്ക് ഒട്ടും തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്ത പടമാണിത്, തലൈവൻ തലൈവി. അദ്ദേഹത്തിന് ബെഞ്ച് മാർക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് തന്നെയാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. കാരണം നിത്യമേനോൻ, വിജയ് സേതുപതി ഇവർ രണ്ടുപേരും ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ, ആ ഒരു കെമിസ്ട്രി അടിപൊളിയായിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. കഥ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ കഥയൊന്നുമില്ല. അതായത് ഫസ്റ്റ് സിനിമ കാണിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നത് ഒരു കുഞ്ഞിനെ തലമുണ്ടലം ചെയ്യാനായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നു. ആ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും നിത്യമേനോൻ്റെ അച്ഛനായിട്ട് വരുന്നത് ചെമ്പ വിനോദ്, അമ്മയായിട്ട് വരുന്ന പുതിയൊരു സ്ത്രീയാണ്. മകളെ മൊട്ടയടിക്കാൻ വരുന്നിടത്ത് നമ്മുടെ തമിഴിലെ യോഗി ബാബു കൊമേഡിയൻ പുള്ളിക്കാരനുണ്ട് അവിടെ. ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരനെ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അവിടേക്ക് ആ ക്ഷേത്രത്തിലേക്ക് അവർ വരുന്നു, മുണ്ടലം ചെയ്യാൻ വരുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിജയ് സേതുപതി വരുന്നു. വിജയ് സേതുപതി ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ സ്വാഗ് പറയാനുണ്ടല്ലോ, അറിയാമല്ലോ. താടിയും മുടിയൊക്കെ വളർത്തി നല്ല കട്ട കലിപ്പിൽ പുള്ളിക്കാരൻ്റെ ഭാര്യയായിട്ട് തെറ്റി നിൽക്കുകയാണ്. അവിടെ നിന്നാണ് പടം തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കാണ്. എന്താണ് തെറ്റാൻ കാരണം? അതിന് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഇവരുടെ കല്യാണം, ഇവരെങ്ങനെ കല്യാണം കഴിച്ചു, ഇവരുടെ ആ ലവ് സ്റ്റോറിയൊക്കെ കാണിക്കുന്നത് അടിപൊളിയാണ്. ഇവരുടെ ഒരു കെമിസ്ട്രി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫണ്ണ് പറഞ്ഞല്ലോ, അജാതി ഫണ്ട്. ശരിക്കും നമുക്ക് ചിരിക്കാൻ പറ്റും. കാരണം ഇവരുടെ അഭിനയവും ഇവരുടെ ആ ഡയലോഗ് ഡെലിവറി. വിജയ് സേതുപതി ഈ കുടുംബത്ത് കാണപ്പെടുന്ന നമ്മുടെ എല്ലാ കുടുംബത്തും കാണുന്ന ഒരു സ്റ്റോറിയാണ് ഈ സംഭവം. അതായത് മരുമകൾ അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്. അതായത് വിജയ് സേതുപതി ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. സഹോദരൻ ജ്യേഷ്ഠനെ നിർത്തിക്കൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നിടത്ത് വിജയ് സേതുപതി കുറേ കഴിയുമ്പോഴത്തേക്കും പെണ്ണാലോചിക്കുന്നു, കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചെടുത്ത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് പോലും ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതാ. വിജയ് സേതുപതിയുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരനും വിജയ് സേതുപതിയും ഒരു ഡോൺ ടൈപ്പ് ആൾക്കാരാണ്. അടിയും പിടിയൊക്കെ നടക്കുന്നവരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും നിത്യമേനോൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും താല്പര്യമില്ല. പക്ഷേ നിത്യമേനോൻ്റെ അച്ഛനായിട്ട് വരുന്ന ചെമ്പ വിനോദും അദ്ദേഹത്തിൻ്റെ സഹോദരനും നല്ല ഒന്നാന്തര ക്രിമിനൽസ് ആണ്, ഒരു ഡോൺ ടൈപ്പാണ്. അവർക്ക് ഇതുപോലെ അടിയും പിടിയായിട്ട് നടക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്ക് പക്ഷേ ഇഷ്ടമാണ് എന്തായാലും. അങ്ങനെ ഏറ്റവും അവസാനം നിത്യമേനോൻ്റെ ഇവർ തമ്മിൽ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതാണ്. ഒളിച്ചോടി വിവാഹം കഴിച്ച് ഫാമിലിയായിട്ട് താമസിക്കുമ്പം കൂട്ടുകുടുംബം പോലാണ് താമസിക്കുന്നത്. അവരോട് ഒരു തട്ടുകടയൊക്കെ നടത്തുകയാണ്. ഈ തട്ടുകടയിലെ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് ഈ യോഗി ബാബും പിന്നെ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരുന്നത്. അവരൊക്കെ അങ്ങനെ എന്താ പറയുക, അച്ഛൻ മരുമോളോട് അമിത സ്നേഹം കാണിക്കുന്നത്, മകളോട് പറയും ക്യാഷിലായിട്ടിരിക്കാൻ പറയും, ക്യാഷ്യറായിട്ടിരിക്കുന്നത് സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് വിജയ് സേതുപതിയുടെ അമ്മയായിരുന്നു അവിടെ ക്യാഷ്യറായിട്ടിരുന്നത്. വിജയ് സേതുപതിയുടെ അമ്മയാണെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സിനിമയ്ക്കകത്ത് ഒരു വേലക്കാരിയായിട്ട് വരുന്നില്ലേ, ആ പെണ്ണുപിള്ളയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അവർ നല്ല അഭിനയമായിരുന്നു. അവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ചിരിച്ച മണ്ണ് കേട്ടോ. അതുപോലത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക്, പ്രസന്റ് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിച്ച് പോകുന്ന സിനിമയാണ്. ഇവർ പിണങ്ങാൻ കാരണം എന്ത്, പിണങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു, അത് കഴിഞ്ഞിപ്പം ഈ വിജയ് സേതുപതി ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്നും. പക്ഷേ ഇടയ്ക്ക് വെറുപ്പായിരുന്ന ചെമ്പ വിനോദും വിജയ് സേതുപതിയും മരുമോനും അമ്മായിപ്പനും ഭയങ്കര കമ്പനിയാവുന്നു. അതേസമയം നിത്യമേനോൻ്റെ സഹോദരനായിട്ട് വരുന്ന പുള്ളിക്കാരൻ ഒരു കാരണവശാലും വിജയ് സേതുപതി അടുപ്പിക്കുന്നില്ല. അപ്പം അതെന്താണ് കാരണം, ഇവർ തമ്മിൽ ജോയിൻ്റ് ആകാത്ത എന്താണെന്നൊക്കെ ഉള്ള ആ ഒരു കാരണമൊക്കെ കാണിക്കുന്നതൊക്കെ കൺവിൻസിങ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം ആ അമ്പലത്തിലെ വെച്ചുള്ള സീനൊക്കെ ഉണ്ടല്ലോ, അതായത് കുഞ്ഞുറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവർ ബഹളം വെക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വിജയ് സേതുപതി കുഞ്ഞുറങ്ങുകയാണ്. ഇതൊക്കെ പറയാൻ പറയുമ്പോഴത്തേക്കും വിജയ് സേതുപതി അമ്മയായിട്ട് പെട്ടെന്ന് സൗണ്ട് കൂട്ടിയിട്ട് പെട്ടെന്ന് സൗണ്ട് കുറച്ചൊക്കെ പറയുന്നതൊക്കെ നല്ല അടിപൊളി ഒരു നല്ല സീനായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തു. സിനിമാറ്റോഗ്രാഫി കുറച്ച് ബോറായിരുന്നു, കുഴപ്പമില്ല. ഇതിനകത്ത് പുള്ളിക്കാരൻ പൊറോട്ട തിന്നുന്ന കുറേ സീനൊക്കെ ഉണ്ട്. വിജയ് സേതുപതി അന്യായം. പുള്ളി ഒരു ശരിക്കും പറഞ്ഞ കുക്കാണ്. പുള്ളി ആ തട്ടുകടയിലെ മെയിൻ ഷെഫ്. പുള്ളി പൊറോട്ട ഉണ്ടാക്കുന്നതും അതിൻ്റെ കറിയൊക്കെ ഒഴിച്ച് തിന്നുന്നതും ഒക്കെ നല്ല രസമാണ്. ഇവർ തമ്മിൽ
നിത്യയും മേനോനും വിജയ് സേതുപതിയും കണക്റ്റഡ് ആകുന്ന തന്നെ ഈ ഫുഡ് കൊടുത്തിട്ടൊക്കെ. നമ്മുടെ മലയാളത്തിൽ ജോജി ജോർജും മറ്റേ പെണ്ണും ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല രസമൊക്കെ, അതുപോലത്തെ ഒരു സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്, കുറേ അടിപൊളിയായിരുന്നു. പിന്നെ കഥ, തിരക്കഥ, അതിൻ്റെ റൈറ്റർ, ഡയലോഗ് എല്ലാം മനോഹരമായിരുന്നു. സിനിമാറ്റോഗ്രാഫി കുറച്ച് ബോറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണാം. നമുക്ക് ഓരോ സീനും ബൂസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ സോങ്സ് ആണെങ്കിലും നല്ല രസമുള്ള നല്ല 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 പാട്ടുകളായിരുന്നു കേട്ടോ. ആ ഒരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ആകാൻ കാരണം, നമുക്ക് ഫീൽ ചെയ്യാൻ തന്നെ കാരണം ആ മ്യൂസിക് തന്നെയാണ്. നല്ല പടമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഇവരെങ്ങനെ ഒന്നിക്കുമോ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് ഇവർ തമ്മിൽ, പക്ഷേ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാകുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.